നവംബർ 10 ബഹ്റിൻ വാർത്തയുടെ റേറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. ബഹ്റിനിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് കൂടുതൽ ടിക്കറ്റ് നിരക്ക് കൊടുക്കേണ്ടി വരുന്ന ഹതഭാഗ്യനായ മലയാളി പ്രവാസി പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ ആദ്യമേ തന്നെ മാർഗം ഒരുക്കിയ ബഹ്റിന്റെ യാത്രാ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അക്ഷരാർത്ഥത്തിൽ പുതിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയും 50 പേരടങ്ങുന്ന ഒരു സംഘം എമിറേറ്റ്സ് എയർലൈൻസിൽ കുറഞ്ഞ ടിക്കറ്റിന് പ്രത്യേകിച്ച് വിസയൊന്നും എടുക്കാതെ ദുബായ് വഴി ബഹ്റിനിൽ എത്തിച്ചേരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഈ യാത്രാ ഗ്രൂപ്പിന്റെ മുന്നണി പടയാളികളെന്ന് വേണം പറയാൻ ഈ സമയത്ത് അങ്ങനെ നിൽക്കുന്ന മിസ്റ്റർ അഷ്കർ പോഴിത്തല ചേരുകയാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ നേരെ? ഓക്കെ. ഏതായാലും നിങ്ങൾ സൃഷ്ടിച്ചൊരു വലിയ പാത വിപ്ലവം, അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് അഭിനന്ദിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നാളെ ശരിയാവില്ല. ചരിത്രമാണത്. ഒന്ന് പുതിയ ചില സംഭവവികാസങ്ങളൊന്ന് പറയാമോ? ഇന്ന് കുറെ പേര് വരുന്നില്ലേ, അതിന്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. ആ ആ ആ വലിയൊരു ആവേശമാണ് ഇതിനകത്ത്. കാരണം ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നതിലൊരു അഭിമാനം തന്നെയാണ്. വെരി ഗുഡ്. തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒറ്റ കാര്യം, ഇപ്പൊ എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന, ഇന്നും ചോദിച്ചൊരു വിഷയമുണ്ട്. ഈ ഗൾഫ് എയറിൽ എത്ര, എയർ ഇന്ത്യയിൽ എത്ര, ഇപ്പോൾ വരുന്ന ഫ്ലൈ ദുബായിൽ എത്ര, ഈ ടിക്കറ്റ് നിരക്കൊന്ന് ഏകദേശം താരതമ്യം ചെയ്തിട്ടൊന്ന് പറയാമോ? അതായത് എമിറേറ്റ്സ് ആയിട്ട് നമ്മള് സംസാരിച്ചപ്പോൾ നമുക്ക് 19,000 മുതലാണ് സ്റ്റാർട്ട് ആയത്. ഓക്കെ ഓക്കെ. 19,000 മുതലാണ് സ്റ്റാർട്ട് ആയത്. പിന്നെ അത് 20,000, 21,000, ഏകദേശം 24, 25 വരെ ഇത്ര അടക്കം പുറത്തുനിന്ന് കോവിഡ് ടെസ്റ്റ് ഈ വരുന്ന യാത്രക്കാർ എടുക്കണമെന്നല്ലാതെ മറ്റുള്ള എല്ലാ പിന്നെ ആദ്യം വിസിറ്റിംഗ് വിസന്റെ ആവശ്യമില്ലായിരുന്നു, പിന്നീട് വിസിറ്റിംഗ് വിസന്റെ ആവശ്യമില്ലാതെ നമ്മുടെ കറയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ മുന്നോട്ട് വന്നത്. കാരണം അത് എല്ലാ കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ എനിക്കിതിൽ പറയാനുള്ളത്, ഞങ്ങൾ ആരും ട്രാവൽസിനെതിരല്ല. പക്ഷെ അവർക്ക് ഒന്നിച്ചു വന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. അവർക്ക് നല്ല രീതിയിൽ ചെയ്ത് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു എല്ലാവർക്കും ഒരു ആശ്വാസമാകുന്ന രീതിയിലേക്ക് അവരുടെ ഈ പ്രവർത്തനം ഭംഗിയാക്കാമായിരുന്നു. പക്ഷെ എന്തോ അറിയില്ല, ഈ ട്രാവൽസിനും ഇതേ പരിപാടി തന്നെ ചെയ്തിട്ട് അവരുടേതായ മാന്യമായ ലാഭം എടുക്കാൻ ഇനി അവസരമുണ്ടല്ലോ. തീർച്ചയായിട്ടും മാന്യമായ ലാഭം അവര് എന്തെങ്കിലും കുറച്ച് കൂടുതലും തരാനേ ഈ വന്ന ആൾക്കാരെല്ലാം തയ്യാറായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അവര് ഇതിൽ അവര് മുന്നോട്ട് വന്നതായിട്ട് കണ്ടില്ല. അല്ല, ഞങ്ങളുടെ സഹകാരികളായിട്ടുള്ള പല ട്രാവൽ ഏജൻസികളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ദുബായ് വഴിയുള്ള ട്രിപ്പ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, അങ്ങനെയുള്ളവരുണ്ട്. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ട്രാവൽസ് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. ഇപ്പോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ട്രാവൽസ് തന്നെയാണ്. പക്ഷെ എന്തായിട്ട് കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, കാരണം മറ്റൊന്നും ചിന്തിക്കാതെ, കാരണം കൊല്ലത്ത് നിന്ന് ഒരു സ്ത്രീ ഇവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, അവരെ ഒരു വോയിസ്, അവര് അടക്കമായിട്ടാണ് ഒരു വോയിസ് ക്ലിപ്പ്, അത് മതി നമ്മൾക്ക്. ജീവിതം എല്ലാം വഴിമുട്ടിയെടുത്തുകൊണ്ടാണ് ഒരു പുതിയൊരു എനർജി, പുതിയൊരു ജീവൻ കിട്ടിയത് എന്നതാണ് ആ വാക്കിന്റെ വാസ്തവം. പക്ഷെ ഞങ്ങൾ അതായത് ഇതിലെ എല്ലാ അഡ്മിന്മാരും, ഇതിൽ ഏകദേശം 7ഓളം അഡ്മിന്മാരുണ്ട്. എല്ലാവരും ഒപ്പത്തിനൊപ്പം നിന്ന്, കാരണം ഏത് സമയത്തും നമ്മൾ വാട്സപ്പിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കാൻ ഒരാളുണ്ടാവും എല്ലാ വിഷയത്തിലും. അത് മാത്രമല്ല, ഇവിടുന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുണ്ട്. കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ് ഭാഗത്തുനിന്ന് അവർക്ക് യാത്രകൾ പോലും ഒരു ട്രാവലർ ഏർപ്പാടാക്കിയിട്ട് 10-14 ആൾക്കാർ ഒരുമിച്ച് കൊണ്ടാണ് ചെറിയ ചെലവിൽ അവരെ കൊച്ചി എയർപോർട്ടിൽ എത്തിക്കാനുള്ള നടപടി പോലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്ന ഇതിൽ പല ആൾക്കാരും ട്രാവലറിലാണ് വന്നത്. അവർക്ക് 900 രൂപ വരെയാണ് ചെലവായിട്ടുള്ളത്. അപ്പോ ഈ അടുത്ത ദിവസങ്ങളിലേക്കുള്ള പ്ലാൻ എങ്ങനെയാണ്? ഏതൊക്കെ ഫ്ലൈറ്റ് സീറ്റ് ഉണ്ട്, എന്തെങ്കിലും അറിയാമോ ഈ കുറഞ്ഞ ടിക്കറ്റിന്? 12-ാം തീയതി വരുന്നുണ്ട്,
15-ാം തീയതി വരുന്നുണ്ട്, 17-ാം തീയതി വരുന്നുണ്ട്, 19-ാം തീയതി വരുന്നുണ്ട്, 22-ാം തീയതി വരുന്നുണ്ട്, 24 ഇങ്ങനെ ഡേറ്റുകളെല്ലാം. ഇതിലെല്ലാം ഒരുപാട് ആൾക്കാർ, ഏകദേശം 100-ൽ പല ആൾക്കാർ ഇതിലെല്ലാം ടോട്ടലി എത്ര പറയുന്നത് 100-ൽ പല ആൾക്കാർ യാത്ര ചെയ്യാൻ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ മിസ്റ്റർ അഷ്കർ, ഏതായാലും നിങ്ങളുടെ ഈ സംരംഭം ഇത്രയും വലുതാകുമെന്ന് നിങ്ങളും വിചാരിച്ചില്ല, ആളുകൾ ഇത്രയും ഫോളോ ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ സ്പാർക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങൾ ബഹ്റൈൻ വാർത്ത ഒരു മാധ്യമ രൂപത്തിൽ ഒപ്പം നിന്ന് ഈ വിഷയം ഞങ്ങൾ ഒരുപാട് പേരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബഹ്റൈൻ വാർത്തയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഞങ്ങൾക്ക് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഗ്രൂപ്പ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയത്, പക്ഷെ യാദൃച്ഛികമായിട്ട് ഇത് ഉണ്ടായതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതുപോലെ നമ്മൾ ഒത്തൊരുമയോട് കൂടി നിന്നുകൊണ്ട് ഏറ്റവും ലളിതവും എളുപ്പവുമായിട്ടുള്ള മാർഗം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനിയും നമുക്ക് സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒരുപാട് നന്ദി ഞങ്ങൾ എല്ലാവരും. കാരണം ആൾക്കാർക്ക് വേണ്ടിയും ഞങ്ങളുടെ അഡ്മിന്മാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കാം. ഓക്കെ മിസ്റ്റർ അഷ്കർ പൊഴിത്തല, നമ്മുടെ ഈ സമയം സംസാരിച്ചതിന് ഒരു പുതിയ പ്രതീക്ഷ കൊടുത്തതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, അഷ്കർ പൊഴിത്തലയാണ്. ഈ ഒരു ബഹ്റൈൻ യാത്രാ ഗ്രൂപ്പ് വിപ്ലവം സൃഷ്ടിച്ചു, ഇനി അതിനെ പിൻപറ്റാം, പുതിയ മാർഗമാണത്, ആ വഴി പിന്തുടരാം എന്നൊക്കെ തോന്നിപ്പിച്ച ഒരു ലളിതമായ സംരംഭം ഇപ്പോൾ വലിയ പ്രസ്ഥാനമായി മാറുന്നു. എന്നാൽ അവർ പറയുന്നു, നിങ്ങൾ ട്രാവൽ ഏജൻസികളിൽ തന്നെ പോയിട്ട് എടുക്കൂ, അതും സൗകര്യമുണ്ട് എന്ന് പറയുകയാണ്. അല്ലാതെ ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു സംരംഭമല്ല ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാവൽ ഏജൻസി പോയിട്ട് കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് അങ്ങോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയുന്ന ട്രാവൽ ഏജൻസികളെ വിശ്വസിക്കാം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. യാത്രയുടെ പുനർനിർവചനം എന്ന വാക്കാണ് ബഹ്റൈൻ വാർത്ത ഈ സംരംഭത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടിട്ടും കേട്ടിട്ടും എയർ ഇന്ത്യയും ഗൾഫ് എയറും കുറച്ചുകൂടി ടിക്കറ്റ് നിരക്ക് കുറച്ചു കൊണ്ടുവന്ന് ആളുകൾക്ക് നല്ല ആശ്വാസം പകരട്ടെ എന്ന് മാത്രമേ ഞങ്ങളുടെ ഉദ്ദേശ്യമുള്ളൂ എന്ന് തിരിച്ചറിയണം. ഇന്ന് 176 കേസുകൾ ബഹ്റൈനിൽ, അതിൽ 44 പേർ പ്രവാസികൾ, 225 പേർ രോഗമോചനം പ്രാപിച്ചു പോയി. 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നലെയും മെനഞ്ഞാന്നും മരണങ്ങളില്ലായിരുന്നു. അതിന്റെ ആശ്വാസം ഇന്നില്ല, 2 പേർ മരിച്ചു. 331 മൊത്തം മരണസംഖ്യ. 74 വയസ്സുള്ള ബഹ്റൈൻ സ്വദേശിനിയും 44 വയസ്സുള്ള പ്രവാസിയും ഇന്ന് മരണമടഞ്ഞു. 2076 കേസുകൾ ആക്റ്റീവായി ഇപ്പോൾ ബഹ്റൈനിലുള്ളതിൽ 23 പേർ ക്രിട്ടിക്കലായി തുടരുകയാണ്. കോവിഡ് വന്നുപോയാൽ ഒരുതരം മാനസികമായ വെല്ലുവിളിയും സമ്മർദ്ദവും ഉണ്ടാവുകയാണ് ആളുകൾക്ക് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പഠനം പറയുന്നത്. 5-1 ആളുകൾക്ക് ഈ അസ്വസ്ഥത ഉണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ 20% ആളുകൾക്ക്, 1000 പേർക്ക് കോവിഡ് വന്നെങ്കിൽ അതിൽ 200 പേർക്ക് മാനസികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ, വെല്ലുവിളികൾ, വൈകല്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ഇതൊക്കെ ഉണ്ടാവുകയാണെന്നാണ് പഠനം പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് അസുഖം വന്ന് ഭേദമായി എന്നറിയുന്ന സമയം ഒരു സന്തോഷമുണ്ടാകും. പിന്നീട് ഒരു 3 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന അസ്വസ്ഥതയാണ് എന്നാണ് പഠനം പറയുന്നത്. അതിനെ അതിജീവിക്കാൻ വേണ്ട മാനസിക കരുത്ത് നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ നേടിയിരിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നവംബർ 5 നാട്ടിലേക്ക് പോകുന്ന ആളുകളുടെ കാര്യം പറയുകയാണ്. നവംബർ 5 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറപ്പെടുവിച്ച ക്വാറന്റൈൻ നിയമങ്ങളിലെ ഇളവ്, വെളിയിൽ നിന്നൊരു PCR യാത്രക്കാരൻ വന്നാൽ അദ്ദേഹത്തിന് പിന്നെ ക്വാറന്റൈൻ കിടക്കേണ്ടതില്ല, എന്നാൽ സംസ്ഥാനങ്ങൾക്ക് കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ ആ ഇളവ് കേരളം ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കി. കേരളം ജാഗ്രതയോട് കാത്തിരിക്കുന്നു. ആ വിഷയം ഇപ്പോൾ നടപ്പിലാക്കണോ വേണ്ടയോ എക്സ്പെർട്ട് കമ്മിറ്റി ചേരുകയാണ്. അതിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഇന്ന് നവംബർ 10 ഞങ്ങൾ പ്രതീക്ഷിച്ചു നടപ്പിലാക്കാനുള്ള എന്തെങ്കിലും സൂചന വരുമെന്ന് വന്നിട്ടില്ല. സമ്മർദ്ദം ഏറുകയാണ് പല കോണുകളിൽ നിന്നും. അതേസമയം കേരളത്തിൽ അത്യാവശ്യത്തിന് പോകുന്ന ആൾക്കാർക്ക് ജാഗ്രതാ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം കിട്ടുന്ന പ്രത്യേക പെർമിറ്റ് കൊണ്ട് കല്യാണങ്ങൾക്ക്, മരണാനന്തര ചടങ്ങുകൾക്ക്, കോടതിയിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ പോകേണ്ടതുണ്ടെങ്കിൽ അതിന്, കോൺട്രാക്ട് ഒപ്പിടാൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, ഇങ്ങനെ ഒരുപാട് അടിയന്തര കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. കല്യാണത്തിന് പോകുമ്പോൾ അടുത്ത ബന്ധുവാണെന്ന് കാണിക്കാവുന്ന കല്യാണക്കുറി അടക്കമുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇരട്ട കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെടുത്തി ബഹ്റൈനിൽ 3 ഡോക്ടർമാരും ഒരു നഴ്സും വിചാരണ നേരിടാൻ ഒരുങ്ങി നിൽക്കുന്നു.
ഹെൽത്ത് അതോറിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാണ് ഇവരെ ഇങ്ങനെ വിചാരണ ചെയ്യുന്നത്. 2 കുട്ടികൾ പിറന്ന ഉടനെ തന്നെ അവർ മരിച്ചുപോയി എന്ന റിപ്പോർട്ട് കൊടുത്തു. എന്നാൽ മരിച്ചിട്ടില്ലായിരുന്നു. ഖബറടക്കാൻ കൊണ്ടുപോയ നേരം പിതാവ് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടിട്ടാണ് പെട്ടെന്ന് ഞെട്ടി കുട്ടികളുടെ അടുത്ത് വീണ്ടും ആശുപത്രി കൊണ്ടുപോകുന്നതും. എന്നാൽ നിർഭാഗ്യവശാൽ കുറച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഈ സംഭവം വലിയ വിവാദമായി, പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. ആ സംഭവത്തെ തുടർന്നാണ് ഈ മാതാവിനെയും കുഞ്ഞുങ്ങളെയും പ്രസവ സമയത്ത് പരിരക്ഷിച്ച ഡോക്ടർമാരെയും നഴ്സുമാരെയും ഇപ്പോൾ വിചാരണയുടെ മുൾമുനയിൽ നിർത്തുന്നത്. ബാക്കിയൊക്കെ പിന്നീട് അറിയാം. ഗൾഫിലെ ഒരേ ഒരു ജൂത ആരാധനാലയം സിനഗോഗ് ബഹ്റിനിൽ അതിന്റെ പാരമ്പര്യ ആഘോഷങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. ബഹ്റിനും ഇസ്രായേലും തമ്മിൽ വലിയ അടുത്ത ബന്ധത്തിലായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നടത്താം. ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന അർത്ഥത്തിലുള്ളൊരു ആഘോഷമാണ് നടക്കുന്നത്. നൈറ്റ് ഓഫ് ദി ബ്രോക്കൺ ഗ്ലാസ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ബഹ്റിനിലെ ചില മന്ത്രിമാർ ഇന്ന് വാക്സിൻ സ്വീകരിച്ചു. ഇപ്പോൾ ഫൈസർ കമ്പനി ഏതായാലും വാക്സിൻ കൊണ്ടുവരുന്നു, ഉറപ്പായി 90% ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോകത്തിന് ഉണർവ് വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്ത് പുറത്തു വരുമെന്ന്. ഈ 50 മില്യൺ വാക്സിൻ ഈ വർഷം തന്നെ, അടുത്ത മാസം തന്നെ വരുമെന്നാണ് ഫൈസർ കമ്പനി പറയുന്നത്. ആഗോളാടിസ്ഥാനത്തിൽ 5,16,26,000 ആളുകൾക്ക് ഈ വൈറസ് വന്നുപോയതിൽ 12,72,000 പരം ആളുകൾ മരിച്ചുപോയി. ഇപ്പോൾ 13 മില്യൺ, അതായത് 14 മില്യൺ ആളുകൾ ആക്റ്റീവായി കഴിയുകയാണ്. അതിൽ 94,500 ആളുകൾ ക്രിട്ടിക്കലാണെന്നറിയണം. ബഹ്റിനിലെ 23 പേരടക്കം. സൗദിയിൽ 471 രോഗബാധയും 17 മരണവും. ഇന്ന് UAE-യിൽ 3 മരണവും 1096 രോഗബാധയും. ഖത്തറിൽ 1 മരണവും 230 രോഗബാധയും. കുവൈറ്റിൽ 903 രോഗബാധയും 5 മരണവും. ഒമാനിൽ 6 മരണവും 381 രോഗബാധയും. ബഹ്റിനിൽ നേരത്തെ പറഞ്ഞല്ലോ 2 മരണം രേഖപ്പെടുത്തി. ബീഹാറിന്റെ കാര്യമാണല്ലോ നമ്മൾ ഇന്ത്യക്കാരെന്ന് എല്ലായിടത്തും ചർച്ചയ്ക്ക് വെച്ചത്. നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും, ഗൾഫിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഇന്ത്യയിലെ ഈ ഒരു സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് ഒരു വിഷയമാക്കി അവതരിപ്പിക്കണമെങ്കിൽ എത്ര പ്രാധാന്യമുള്ളതാണെന്നറിയണം. ഇപ്പോൾ ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് 124 സീറ്റിൽ NDA സഖ്യം വിജയിക്കുമെന്ന വ്യക്തമായ ലീഡിൽ നിൽക്കുന്നു. അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയെന്ന് NDA അവകാശപ്പെടുന്നു. മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് പറയുന്നു. നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് സൂചിപ്പിക്കുന്നു. ഒപ്പം വിജയിക്കുമെന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞ MGB എന്ന പ്രതിപക്ഷ സഖ്യം തേജസ്വി യാദവിന്റെ ശക്തമായ സൂപ്പർ താര പരിവേഷത്തിന്റെ യുവത്വത്തിന്റെ പ്രചരിപ്പിൽ 31-ാം വയസ്സിന്റെ ചൂടിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് 111 അധികം അകലമില്ലാത്ത തരത്തിലാണ് എത്തിയിരിക്കുന്നത്. എങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തേജസ്വിയുടെ RJD, രാബ്രി ദേവിയുടെയും ലാലു പ്രസാദ് യാദവിന്റെയും മകൻ തേജസ്വിയുടെ RJD രാഷ്ട്രീയ ജനതാദൾ എത്തിയിരിക്കുന്നു. 76 സീറ്റ്, BJPക്ക് 73, ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാർ 43 സീറ്റ്, മറ്റുള്ളവർ 8. LJP 1 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. CPI-ML 11 സീറ്റിൽ വിജയിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിലൊന്ന്. ഒവൈസിയുടെ പാർട്ടി 5 മണ്ഡലങ്ങളിൽ വിജയിച്ചു. MIM എന്ന റിപ്പോർട്ടും വരികയാണ്. ഒവൈസി വേണമെങ്കിൽ BJPക്കെതിരെ ആരോടും ചേരുമെന്ന സൂചന ഇന്ന് രാത്രി NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒവൈസിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ, BJP പറയുന്നതനുസരിച്ച് മറ്റൊരു രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ള രൂപത്തിലുള്ള ആരോപണം ശക്തമായി പ്രചരിക്കുകയും ചെയ്യുന്ന രാത്രിയാണിത് എന്ന കാര്യം ഓർമ്മിക്കണം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടിറങ്ങിപ്പോയിട്ട് കൊണ്ടുപോയ റിബലുകളെല്ലാം ജയിച്ചു കയറുകയും ചൌഹാന് വൻ ഭൂരിപക്ഷം ഉറപ്പാക്കിക്കൊണ്ട് സ്ഥിരമായി മുഖ്യമന്ത്രിയായിരിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയും ചെയ്യുന്നു. മധ്യപ്രദേശും BJPക്ക് അങ്ങനെ വഴങ്ങിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ദുബായിൽ നടന്ന IPL കലാശക്കൊട്ടിൽ മുംബൈ ഇന്ത്യൻസ് വിജയിച്ചു. ഇത് 2ാം തവണ തുടർച്ചയായിട്ട്. നേരത്തെ ചെന്നൈ മാത്രമേ 2 വർഷം ചേർത്തുകൊണ്ടെങ്കിൽ 2010-ലും 2011-ലും IPL കിരീടം നേടിയിട്ടുള്ളൂ. ഇപ്പോൾ 2019-ഉം 20-ഉം കീഴടക്കിക്കൊണ്ട് ഇങ്ങനെ മുംബൈ ഇന്ത്യൻസ് ഇതാ വിജയശ്രീലാളിതരായിരിക്കുന്നു. ദുബായിൽ ഡൽഹിയെ ഫൈനലിൽ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ ഇന്ത്യൻസ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ 1,27,000 പരം ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. ഇതുവരെ ഇന്ന് 43,000 കേസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 500-ൽ താഴെയാണ് മരണസംഖ്യ ഇന്ന് വന്നിരിക്കുന്നത്. മൊത്തം 86,34,000 ആളുകൾക്ക് ഇന്ത്യയിൽ രോഗബാധ വന്നിട്ടുണ്ട്. നല്ല യാത്രകൾ, രോഗമുക്തമായ കാലഘട്ടം, കലാപ
കലുഷിതം അല്ലാത്ത ദിനരാത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരട്ടെ. നന്ദി.